ലാൽ സലാം മോഹൻലാലിൻ്റെ ചോട്ടാ മുംബൈ 4-ാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. 4-ാം ദിനവും റെക്കോർഡ് കളക്ഷനോടെ കുതിച്ചു പായുകയാണ് സിനിമ. 3 ദിനം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടി മുകളിൽ തൂക്കിയ സിനിമ ഇന്ന് ഒരു വർക്കിംഗ് ഡേയിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈവനിങ് നൈറ്റ് ഷോസ് ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലാണ്. എടുത്തു പറയാനുള്ളത് എറണാകുളം വനിതാ വിനീതയും അതേപോലെ തന്നെ കവിതയുമൊക്കെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ കവിത തിയേറ്ററിൽ ഇന്നും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ തന്നെ നൈറ്റ് ഷോ തുടരുന്നു എന്നുള്ള കാര്യം. തല വെട്ടിപ്പിടിച്ച കളക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ തല വെട്ടി പൊളിച്ചെടുത്ത കളക്ഷൻ എന്ന് തന്നെ പറയാം. ഒരു റീ റിലീസ് ചിത്രത്തിൻ്റെ രീതിയിലേക്ക് വന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറും ഈ ഒരു സിനിമ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാതിരിക്കുന്നു. അതായത് ഇതിനു മുമ്പ് ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളെ എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഗംഭീരമാണ് ഈ സിനിമയ്ക്ക്. അടുത്ത അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകൾ മുതൽ കൂടുതൽ തിയേറ്ററുകളും കൂടുതൽ സ്ഥലങ്ങളിൽ റിലീസുമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വലിയ ഡിമാൻഡ് തന്നെയാണ് സിനിമയ്ക്ക്. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ റിലീസ് ചിത്രത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 74 ദിനം കൊണ്ട് മോഹൻലാൽ 500 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ്. അതും വെറും 3 ചിത്രങ്ങൾ കൊണ്ട് തന്നെ. എമ്പുരാൻ, തുടരും, ചോട്ടാ മുംബൈ, ഈ 3 ചിത്രങ്ങളിലൂടെ 500 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. റീ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് ഈ സിനിമ എത്താൻ 4.5 കോടിക്ക് മുകളിലേക്ക് കടന്നാൽ മതി. ഇപ്പോൾ തന്നെ 2 കോടി സിനിമ കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ആഴ്ചയോടുകൂടി ഒരുപക്ഷെ 4.5 കോടിക്ക് മുകളിലേക്ക് പോകും. ഇന്ന് സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 തൊട്ട് 15 ലക്ഷം രൂപ വരെയാണ്. എന്താണേലും ഇതോടുകൂടി തന്നെ 2 കോടി 20 ലക്ഷം രൂപ റേഞ്ചിലേക്ക് സിനിമ ഇന്നത്തേക്ക് എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.